ഒരു ഉള്ളി കൊണ്ട് പാത്രം നിറയെ കടി ഉണ്ടാക്കിയല്ലോ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം. കുറഞ്ഞ ചിലവിൽ നമുക്ക് അടിപൊളി ടേസ്റ്റിലുള്ള കടി തന്നെ ഉണ്ടാക്കട്ടോ. ഇതിൻ്റെ നടുവശത്ത് വരുന്ന ഈ ഒരു കട്ടിയുള്ള സാധനമല്ലേ, അതാദ്യം നമുക്കിത് കളയാം. അതിനുശേഷം നമുക്കിത് 2 പീസാക്കിയിട്ടാണ് കട്ടാക്കി എടുക്കേണ്ടത്. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ കട്ടാക്കി എടുക്കാം. അതിനുശേഷം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് ഓരോന്നും ഇതളുകളായിട്ട് ഇളക്കിയെടുക്കാം. ഇതുപോലെയാണ്. ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തതെന്ന് വെച്ചാൽ ഒരു വലിയ ഉരുളക്കിഴങ്ങാണ്. ഇത് ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്തതാണ്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം. അതിനുശേഷം ഇത് നല്ലോണം ഒടിച്ചെടുക്കാം. ഇതുപോലെ ഒടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളിയാണ് എടുത്ത് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. 2 പച്ചമുളക്, ചെറിയ പീസ് ഇഞ്ചി, മല്ലിയില, കറിവേപ്പിലയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നല്ലോണം മിക്സാക്കി എടുക്കണേ. നമ്മുടെ മസാലയും ഉരുളക്കിഴങ്ങൊക്കെ മിക്സാകുന്ന രൂപത്തിൽ തന്നെ മിക്സാക്കി എടുക്കണേ. ഇതുപോലെ മിക്സാക്കിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ഉള്ളിയിൽ നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതിൽ നിറയെ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ വീഡിയോ കണ്ടതിന് ശേഷം തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. അത്രയും നല്ല ടേസ്റ്റാണ്, വെറുതെ പറയുന്നില്ല. അടുത്തത് കൂടി ഞാൻ ഇതുപോലെ തന്നെ ചെയ്ത് കാണിക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ മസാല വഴറ്റാനും ഒന്നും ചെയ്യണ്ടല്ല. പെട്ടെന്ന് തന്നെ ആകെ ഒരു ഉരുളക്കിഴങ്ങ് മാത്രമേ നമുക്ക് വേവിച്ചെടുക്കേണ്ടിയുള്ളൂ. ബാക്കിയെല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. എല്ലാം ഇതുപോലെ തന്നെ ആക്കിയെടുക്കാം കേട്ടോ. ഇതുപോലെ ചെയ്തതിന് ശേഷം ഇതിലേക്കുള്ള മാവ് റെഡിയാക്കാം. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ, അതുപോലെ തന്നെയാണ് കഴിക്കാനും. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തതെന്ന് വെച്ചാൽ 3/4 ഗ്ലാസ് കടലപ്പൊടിയാണ് എടുത്തത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് അരിപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളമൊഴിച്ച് നല്ല കട്ടിയായിട്ട് കലക്കിയെടുക്കണേ, ലൂസാവാണ്ട് നോക്കണേ. ഇനി ഇത് നന്നായിട്ട് കലക്കിയെടുക്കാം. ഇത് കടലപ്പൊടി ആയതുകൊണ്ട് കട്ടയായിട്ടൊക്കെ നിൽക്കാൻ ചാൻസ് ഉണ്ട്. അതാണ് കട്ടയൊക്കെ നല്ലോണം അടിച്ച് തന്നെ എടുക്കണേ. ഇപ്പം നല്ലോണം ഇതുപോലെ കലക്കിയെടുക്കണേ. അതിനുശേഷം നമ്മൾ എണ്ണ നല്ലോണം ചൂടാവാൻ വേണ്ടി വെക്കണേ. എണ്ണ നല്ലോണം തിളച്ചതിന് ശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇനി ഓരോന്നും നമുക്ക് മാവിലേക്ക് ഇതുപോലെ നല്ലോണം മാവെല്ലാം അവിടെ താങ്ങുന്ന പോലെ പുരട്ടി കൊടുക്കണേ. അതിനുശേഷം തിളച്ച എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. പിന്നെ ഫ്ലെയിമൊന്നും കുറയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ല ഫ്ലെയിമിൽ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതൊരു ബ്രൗൺ കളറായതിനു ശേഷം തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം നല്ലോണം ആയി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തിരിച്ചു മറിച്ചിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കും. ഇപ്പം നല്ലോണം ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തതൊക്കെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളെ ഒരു ഉള്ളി കൊണ്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ചായക്കടി റെഡിയായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള നല്ല വെറൈറ്റി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.